കുടൽ കറി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചൂടാണ്, സംഭവം കൊള്ളാം. തേങ്ങയൊക്കെ നല്ലോണം മൂത്ത ടേസ്റ്റ്. കുടൽ കറി അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവരും വെച്ച് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, നമുക്കിന്ന് കുടൽ കറി വെക്കാം. അപ്പോൾ കുടൽ കഴുകി വേവിച്ച് അരിഞ്ഞ് കുട്ടപ്പനാക്കി വെച്ചേക്കാനാണ്. നമുക്കിനി കുടൽ കറി വെക്കാം. കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 1 സവാള, 4 പച്ചമുളക്, 1 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തിട്ട് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കണം. മുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതും അരച്ചെടുക്കണ്ടേ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. 1 കിലോ കുടലിന് 3 പച്ചക്ക എടുത്തിട്ടുണ്ട്. കറി അപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടാവും. പച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം, അതിൻ്റെ കറ ഇളകി പോകാനായിട്ട്. 5 മിനിറ്റ് മഞ്ഞൾപ്പൊടിയിൽ പച്ചക്ക കിടക്കട്ടെ, കറ ഇളകാനായിട്ട്. 1 സ്പൂണ് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതിനെ പുഴുങ്ങിയെടുക്കാം. പച്ചക്ക പുഴുങ്ങിയെടുക്കാം. പച്ചക്ക വെന്തുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. ഇവരെ ചട്ടിയിട്ട് വറുത്ത് നല്ല മുരയായി കിടക്കണം. എന്നാലും അവനെ വറുത്ത് അരച്ച് കഴിയുമ്പോൾ ആ ബ്രൗൺ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവനെ നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇളയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം. മല്ലിപ്പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇവനെ തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തിട്ട് വേണം ഇവനെ നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട്. ഇവിടെ ഇരുന്ന് തണുക്കട്ടെ ഗൈസ്. തേങ്ങ അരച്ചെടുക്കാം. ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ഇതേപോലെ അരഞ്ഞ് കിട്ടു കൊടുക്കാം. അപ്പോൾ അരയാനായിട്ടുള്ള അത്ര എണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നല്ലോണം അരഞ്ഞ് കിട്ടുള്ളൂ. സവാള പേസ്റ്റ് വാട്ടാനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് നമുക്ക് ഇവനെ വാട്ടിയെടുക്കാം. നമുക്ക് ഇളക്കി ഇവനെ മൂപ്പിച്ചെടുക്കാം. സവാള ഇഞ്ചി പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ മസാലയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം. വേവിച്ച് അരിഞ്ഞു വെച്ചേക്കണ കുടൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുടൽ വേവിക്കാനായിട്ട് ഒരു 8 വിസിൽ എടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മൂക്കാനായിട്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേകാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചക്ക പുഴുങ്ങി വെച്ചേക്കണ പച്ചക്കയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ മസാലയിൽ കിടന്ന് നല്ലോണം ഒന്ന് മസാലയൊക്കെ പിടിച്ച് വെന്ത് വരട്ടെ. അതുകൊണ്ട് നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇതേപോലെ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കണം. എന്നാലും മസാലയൊക്കെ പിടിച്ച് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡിയായി വരുള്ളൂ. നമുക്ക് ഇവനെ മൂടി വെച്ച് അവിടെ ഇരുന്ന് വെട്ടിത്തിളച്ചങ്ങോട്ട് വേകട്ടെ. 2 തണ്ട് വേപ്പിലയും കൂടി വെച്ച് വേവിക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ വേകട്ടെ. കുടൽ കറി റെഡി ആയിട്ടുണ്ട്. കുടൽ കറി അപ്പോൾ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി മേജോ FK.